ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങളായി മുൻപോട്ട് ഓരോ ദിവസവും കടന്നു പോകട്ടെ. എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഓണമായിക്കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വയ്ക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. നമ്മുടെ മുരിങ്ങയൊക്കെ വളർന്ന് നല്ല ഭംഗിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇല പറിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ബാക്കിയുള്ള വലിയ മുരിങ്ങയിൽ നിന്ന് നമുക്ക് ഇലകൾ പറിച്ച് ഇന്ന് ഒരു മുരിങ്ങയില തോരനും അതുപോലെ വഴുതനങ്ങയും അതുള്ളതൊക്കെ നമുക്ക് പറിക്കാം. അതെല്ലാം കൂടെ കൂട്ടി ഒരു സാമ്പാർ വെക്കണം. അങ്ങനെ ഇന്ന് വയ്ക്കുന്ന എല്ലാ കറികളിലും അവിയലുണ്ടാക്കാനായിട്ട് അതിനകത്ത് ഇടാൻ നമുക്ക് പയറുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളിലെല്ലാത്തിലും നമ്മുടെ ഒരു ടച്ച് ഉണ്ടാവണം. നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള ഒരു സാധനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവണം. ഇല നമുക്കിതിനകത്ത് നിന്ന് എടുക്കാൻ നോക്കിയാൽ ഇല തീരെ ചെറുതാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. ഒരു വാഴയുടെ ഇല നമുക്ക് അങ്ങനെ എടുക്കാറായില്ല. അപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പാർക്കിൽ തന്നെ വാഴയില കിട്ടും. അവിടെ പോയി നമുക്ക് 2-3 വാഴയില വെട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഓണത്തിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ നമുക്കിതിനകത്ത് തന്നെ കളക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ കറിവേപ്പില പറിച്ചങ്ങ് തുടങ്ങാം. ഇതാ, അപ്പോൾ നമുക്ക് ഇത്ര മതിയായിരിക്കും അല്ലേ? നമ്മുടെ ഓണപരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കറിവേപ്പിലയുടെ ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ കറിവേപ്പില പറിച്ചു, നമ്മുടെ പാത്രത്തിൽ വെച്ചു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കുറച്ച് പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പയർ പറിക്കാം. ഇതുണ്ട്, അതുപോലെ ഇതുണ്ട്, ഇനിയുണ്ട് കേട്ടോ. ഇനിയും പയർ ഉണ്ട്, വേറെയും പയറുണ്ട്. ഇത് നമ്മൾ അന്ന് ഇലയെല്ലാം മുറിച്ച് വിട്ട പയറാണ് കേട്ടോ. നമ്മൾ ഇല മുറിച്ച് വിട്ടപ്പോൾ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ്, ഒത്തിരി ഇലകളിങ്ങനെ നിൽക്കുമ്പം പയറിൻ്റെ ഇലകൾ ഒത്തിരി കൂടി നിൽക്കുമ്പം പയർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കായ്ക്കത്തില്ല എന്ന് പറയുന്നത് ശരിയാണ്. ഇലകളിലേക്കാണല്ലോ, അതിൻ്റെ ഇല വളർച്ചയിലേക്കാണ് അതിൻ്റെ എല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പയർ കുറച്ച് പറിച്ചിട്ടുണ്ട്. വിത്തിന് വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം പയർ പറിച്ചു. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിനകത്തൊക്കെ ഇടാനുള്ള വഴുതനങ്ങ അത്യാവശ്യമുണ്ട് കേട്ടോ. വഴുതനങ്ങ നമുക്ക് സാമ്പാറിലിടാനുള്ള വഴുതനങ്ങ ഉണ്ട്.